ഹലോ ഗൈസ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ സ്കൂളിലെ ആനുവൽ ഡേ ആണ്. അത് സംബന്ധിച്ച് കുറച്ച് കാര്യങ്ങൾ നമുക്ക് വാങ്ങിക്കാനുണ്ട്. പ്രധാന കാര്യം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ ശോഭ ടീച്ചർ, ഞങ്ങളെ ഹിന്ദി പഠിപ്പിക്കുന്ന ടീച്ചറാണ്. ടീച്ചർ അധ്യാപക ജീവിതത്തിൽ നിന്നും വിരമിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി ഞങ്ങൾ 7 ടീച്ചറിനൊരു ഉപഹാരം കൊടുക്കുന്നുണ്ട്. അത് വാങ്ങിക്കാനായിട്ട് പോയി. ശോഭ ടീച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ടീച്ചറാണ്. ടീച്ചർ കരുതലും സ്നേഹമാണ്. തെറ്റ് കണ്ട വഴക്ക് പറയും. ഭയങ്കര സ്നേഹമുള്ളൊരു ടീച്ചറാണ്. ടീച്ചർ പോകുന്നതിൽ ഞങ്ങൾക്ക് വളരെയധികം ദുഃഖമുണ്ട്. അതുകൊണ്ട് ടീച്ചറിനെ സങ്കടപ്പെടുത്താതെ സന്തോഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ ഒരു ഉപഹാരം കൊടുക്കാൻ തീരുമാനിച്ചത്. ടീച്ചറിനെ അത്രയ്ക്ക് ഇഷ്ടമുള്ളത് കൊണ്ടാണ് ഞങ്ങൾ 7 മൊത്തം ഇങ്ങനെ തീരുമാനിച്ച് ടീച്ചറിന് കൊടുക്കാമെന്ന് വിചാരിച്ചത്. അത് കഴിഞ്ഞ് ഞങ്ങളുടെ ഒരു ഡാൻസ് ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ പുതിയ ട്രെൻഡിങ് പാട്ടായിട്ടുള്ള കുറിച്ച് മടത്തപ്പെട്ടി എന്നാണ് ആ ഡാൻസിൻ്റെ പേര്. ഞങ്ങൾ കുടിച്ചിട്ട് മരത്തെ കയറിയെന്നാണ് പെട്ടെന്ന് പറയാനെ കൊണ്ട് വരുന്നത്. അത് ഞങ്ങൾ ഗേൾസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഡ്രസ് കോഡ് വൈറ്റ് ആണ് തീരുമാനിച്ചത്. പക്ഷേ ബാക്കി എല്ലാവർക്കും വൈറ്റ് ഉണ്ടെങ്കിൽ എനിക്ക് മാത്രം വൈറ്റ് ഇല്ല. എനിക്കും എൻ്റെ ഒരു കൂട്ടുകാരിക്കും വൈറ്റ് ഉണ്ടായിരുന്നില്ല. അന്നേരം ഞങ്ങൾക്ക് 2 പേർക്കും കൂടെ ഒരു 2 വൈറ്റ് ടീഷർട്ട് എടുത്തു. 100 രൂപയുടെ. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ഞാൻ ഓരോന്നെടുത്ത് നോക്കുന്നുണ്ട്, അതിൻ്റെ കൂടെ വിലയും നോക്കുന്നുണ്ട്, അതുപോലെ തിരിച്ചെടുത്ത് വെക്കുന്നുണ്ട്. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഇങ്ങനത്തെ ഒരു വൈറ്റ് ഡ്രസ്സായിരുന്നു ഞങ്ങൾ തീരുമാനിച്ചത്. അന്നേരം എനിക്ക് കറക്റ്റായിട്ട് കിട്ടി, അവൾക്ക് നല്ല കറക്റ്റ് സൈസിലുള്ളത് കിട്ടി. ഇതിൻ്റെ ഒരു സെയിം സ്കൈ ബ്ലൂ ഓൾറെഡി കൃഷ്ണപ്രിയയുടെ കയ്യിലുണ്ട്. ബട്ട് എനിക്കില്ലായിരുന്നു. അവളെല്ലാ കടയിലും ചോദിച്ചായിരുന്നു, പക്ഷെ ഇല്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഈ ശോഭ ടീച്ചറിൻ്റെ ഉപകാരം വാങ്ങിക്കാൻ വരുന്നുണ്ട്, അതുകൊണ്ടാണ് അതും വാങ്ങിച്ചത്. പിന്നെ എല്ലാം പർച്ചേസിങ് എല്ലാം കഴിഞ്ഞ് നല്ല വിശപ്പടിച്ചു. അങ്ങനെ ഞങ്ങൾ നേരെ പത്തനാപുരത്ത് ഒരു ഫാമിലി തട്ടുകട. ഞങ്ങൾ എപ്പോൾ പത്തനാപുരത്ത് വന്നാലും ഒരുമാതിരി സ്ഥിരം കയറുന്ന ഒരു കടയാണിത്. ഇവിടുത്തെ ഫുഡ് നല്ല ടേസ്റ്റിയാണ്. ഞങ്ങൾ വാങ്ങിച്ചത് പൊറോട്ടയാണ്. എല്ലാവരും പൊറോട്ട ആയിരിക്കുമല്ലോ വാങ്ങിക്കുക. അങ്ങനെ പൊറോട്ട വാങ്ങിച്ചു. ഒരു പാത്രത്തിൽ 3 എണ്ണം ഉണ്ടായിരുന്നു. ബട്ട് ഞാൻ 3 എണ്ണമൊക്കെ കഴിക്കും. അങ്ങനെ ഞങ്ങൾ 3 പേരും വാങ്ങിച്ചു. നല്ല ചമ്മന്തി, സാമ്പാറും പിന്നെ ഗ്രേവി ഉണ്ടായിരുന്നു. എന്തോത്തിൻ്റെ ഗ്രേവിയാണെന്ന് എനിക്കറിയില്ല. ഗ്രേവിയാണ് കണ്ടിട്ട്. അങ്ങനെ ഞാൻ ഫസ്റ്റ് തന്നെ ഗ്രേവി ഒഴിച്ചു. അച്ഛൻ ചമ്മന്തിയാണ് ഒഴിച്ചത്. കൂടെ സാമ്പാറിൻ്റെ തവികൾക്ക് പോയാലും അതുപോലെ അങ്ങ് വെച്ചു. എന്നിട്ട് ഗ്രേവി എടുത്തു. എനിക്കും ചമ്മന്തി ഇഷ്ടമാണ്. ബട്ട് ഞാൻ ആദ്യം തന്നെ കറി എടുത്തു. എന്നിട്ട് അച്ഛൻ്റെ പാത്രത്തിൽ നിന്ന് തൊട്ട് കൂട്ടിയപ്പം എനിക്ക് വലിയ കുഴപ്പമില്ലായിരുന്നു. പക്ഷെ ഞാൻ ആദ്യം ഗ്രേവി വെച്ച് കഴിച്ചിട്ട് പിന്നെയാണ് ചമ്മന്തി ഒഴിച്ചത്. അമ്മയും ഗ്രേവി എടുത്തു. പിന്നെ ഞങ്ങൾ ഓർഡർ ചെയ്തത് ചിക്കൻ ഫ്രൈ, ബീഫ് ഫ്രൈയും ആയിരുന്നു. ബീഫ് ഫ്രൈയും ചിക്കൻ ഫ്രൈയും ഓർഡർ ചെയ്ത് കഴിഞ്ഞപ്പോഴായിരുന്നു ആ അങ്കിൾ വന്നിട്ട് പറഞ്ഞു സ്പെഷ്യലായിട്ട് എന്തെങ്കിലും വേണോ, പോട്ടി ഫ്രൈ ഉണ്ട്, ലിവർ ഫ്രൈ ഉണ്ടെന്ന്. അന്നേരം അമ്മ പറഞ്ഞു ലിവർ ഫ്രൈ മതി. അന്നേരം ലിവർ ഫ്രൈ ഓർഡർ ചെയ്ത് അവർ കൊണ്ടു തന്നു. അന്നേരം നാരങ്ങ ഉണ്ടായിരുന്നു, നാരങ്ങ പിഴിഞ്ഞു. ലിവറിൽ ഒഴിച്ചു, ബീഫിൽ ഒഴിച്ചു. ബട്ട് ചിക്കനിൽ മാത്രം നാരങ്ങ പിഴിഞ്ഞ് ഒഴിച്ചില്ല. പിന്നെ ഞാൻ എങ്ങനെയൊക്കെയോ തട്ടിക്കൂട്ടി ഒഴിച്ചു. അങ്ങനെ ഇത്രയും ഐറ്റംസ് ആയിരുന്നു ഞങ്ങൾ ഓർഡർ ചെയ്തത്. എന്തായാലും ഇത്രയും ഓർഡർ സ്ഥിതിക്ക് നമ്മളുടെ പ്രധാന ഘടകമായ ചായയെ നമ്മൾ ഒഴിവാക്കാറില്ല. അന്നേരം 3 ചായ ഓർഡർ ചെയ്തു. 3 ചായ ഓർഡർ ചെയ്തു. എൻ്റെ ചായ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. ഞാനെല്ലാം കഴിച്ച് കഴിഞ്ഞ് ലാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുകയായിരുന്നു. അച്ഛൻ കഴിച്ചു കഴിഞ്ഞു, അമ്മയും കഴിച്ചു കഴിഞ്ഞു. അമ്മ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്താണെന്നറിയില്ല, ഞാൻ ഭയങ്കര ലാസ്റ്റ് സ്ലോ ആയിരുന്നു. സാധാരണ ഞാനായിരുന്നു ആദ്യം കഴിയുന്നത്. പക്ഷെ ഞാനായിപ്പോയി ഈ വട്ടം ലാസ്റ്റ്. അങ്ങനെ എല്ലാം കഴിഞ്ഞു. ഞാനും അമ്മയും, ഞാൻ കഴിച്ചു കഴിഞ്ഞില്ലല്ലോ, അന്നേരം ഞാനും അമ്മയും അവിടെ ഇരിപ്പുണ്ട്. അച്ഛൻ കൈ കഴുകി കാറിൽ പോയിരുന്നു. ഞാനും അമ്മയും അവിടെ ഇരിക്കുകയായിരുന്നു. പിന്നെ ഞാനും എല്ലാം കഴിച്ച് കഴിഞ്ഞ് സെറ്റായി കൈ കഴുകാൻ പോയി. അവിടെ ഒരു ഇലക്കകത്താണ്. ആ ഇല നമ്മൾ തന്നെ എടുക്കണമെങ്കിൽ എടുക്കുക, അല്ലെങ്കിൽ അവിടെ വച്ചിരുന്നാൽ മതി. നമ്മൾ തന്നെ എടുത്ത് അവിടെ ഒരു ബക്കറ്റ് ഉണ്ട്, ആ വേസ്റ്റ് ബിന്നിൽ കൊണ്ടുപോയി ഇട്ടാലും മതി. അങ്ങനെ അച്ഛൻ എത്ര രൂപയാണെന്ന് ചോദിക്കാൻ പൈസ തന്നു.
അങ്ങനെ ഞാനും അമ്മയും കൂടെ പൈസ കൊടുത്തു. അങ്ങനെ നമ്മൾ വീണ്ടും വീട്ടിലേക്ക് തിരിച്ചു വരികയാണ്. അന്നേരം നമ്മുടെ വീഡിയോ ഇന്ന് ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ഞങ്ങളുടെ വീഡിയോ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത്. നമ്മൾ നല്ലപോലെ കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് തുടരണം. താങ്ക് യു. അടുത്ത വീഡിയോയും വരും. ടാറ്റാ.